Ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning, ma'am. Yeah. Morning. Yeah. Yeah. Okay. Have you had your breakfast? Breakfast are കഴിച്ചു എല്ലാവരും? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Okay. ഇന്നലെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ജസ്റ്റ് സിമ്പിൾ പോർഷൻ ആണ്. ക്ലിയർ ആണ് നമുക്ക്. Okay. So today we are moving on the next topic as preposition. ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, then preposition, അല്ലെ? ഓക്സിലറീസ് ഇതെല്ലാം ആവശ്യമാണ് അല്ലെ? ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലാണ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. സോ എല്ലാവർക്കും preposition അറിയാവോ? എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം അറിയാവോ? ഓക്സിലറി പറയാട്ടോ. പറയാം. ഓക്സിലറി ഞാൻ ടെൻസ് എടുക്കുമ്പോൾ പറയാന്ന് വെച്ചിട്ടാ. കാരണം ടെൻസിൽ നമുക്ക് ഓക്സിലറി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ അത് പറയുമ്പോൾ ഓക്കെ ടെൻസും കംപ്ലീറ്റ് ആകും, ഓക്സിലറി കംപ്ലീറ്റ് ആകുമല്ലോ. ഓക്കെ, പറയൂ. പ്രപ്പോസിഷൻ എല്ലാവർക്കും അറിയാമോ? Position. അവസാനോ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? No, madam. നോ, അറിയില്ല. പ്രപ്പോസിഷൻ എന്താണെന്ന് അറിയാവോ? അതറിയാലോ എല്ലാവർക്കും. വേർഡുകളുടെ മുമ്പിൽ ഉപയോഗിക്കണാണോ മാഡം പറയുന്നത്? അറ്റ്, ഇൻ, ടൈമിന്റെ മുൻപിൽ അല്ലേ? ഉപയോഗിക്കുന്നല്ലേ? ആണോ മാം? ഇൻ, ഓൺ, ഇൻ, ഓൺ, അങ്ങനെ ടൈമിനെ സൂചിക്കുമ്പോ അറ്റ്, വ്യക്തിനെ സൂചിക്കുമ്പോ അങ്ങനെയാണോ പ്രപ്പോസിഷൻ? അതാണ് പ്രപ്പോസിഷൻ. നമ്മുടെ സ്ക്രീനില് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ നോക്കുക. അത് ഒരുപാട് കുറച്ച് പ്രപ്പോസിഷനാണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് പ്രപ്പോസിഷൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. ഷാലി പൗലോസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അല്ലെങ്കിൽ ഒത്തിരി ഡിസ്റ്റർബൻസ് ആയിക്കോട്ടോ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ സ്ക്രീനിൽ കാണുന്നത് ക്ലിയർ ആവട്ടോ. കുറച്ച് പ്രപ്പോസിഷൻസ് ആണ്. ഇതെല്ലാം പറയില്ല കേട്ടോ. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ക്ലാസ് കഴിയില്ല. ഒരുപാടുണ്ട് പറയാനുണ്ട് പ്രപ്പോസിഷൻ. അതില് ചില ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ പറയുന്നതിൽ കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, നോട്ട്സ് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Okay, ma'am. യെസ്. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. പറയുന്നത് നോട്ട്ബുക്കിൽ എഴുതരുത്. ഞാൻ പറയുന്ന നോട്ട് അതേപടി എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാനായിട്ട്. കാരണം കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാൻ. ഓക്കെ, ക്ലിയർ? Yes, ma'am. Okay. First preposition in ആണ് കേട്ടോ. In.
ചാപ്റ്ററോ ആൽവിൻ നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്ട് വൈസ് അല്ല കേട്ടോ, ചാപ്റ്റർ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ മാഡം. ഓക്കെ മാഡം. ഓക്കെ, ഇംഗ്ലീഷ് അറിയാലോ ഈ കോഴ്സ് എന്തിനാണെന്നുള്ളത്. ഇത് മെയിൻ ആയിട്ടും നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഇംഗ്ലീഷ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ലാംഗ്വേജ് സ്കിൽ അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എക്സാമിനൊന്നും ഇംഗ്ലീഷ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ഏതാ? ഇന്നാണ്. പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോസിഷൻ is a word used to link noun or pronoun with other words in a sentence. ഒരു ലിങ്കിങ് വേർഡ് ആണെന്ന് പറയാം, മനസ്സിലായി? പ്രൊപ്പോസിഷൻ ഇൻ ആണെങ്കിൽ ഒരു വേർഡിനെ മറ്റൊരു വേർഡായിട്ട് കണക്ട് ചെയ്യാൻ ലിങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്താ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ പ്രൊപ്പോസിഷൻ ആണ് ഇൻ എന്ന് പറയുന്നത്. ഇൻ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയാമോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നമ്മള് അറിയാണ്ട് പോലും നമ്മൾ പ്രൊപ്പോസിഷനെ കുറിച്ച് പഠിക്കാതെ പോലും നമ്മൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും എപ്പോഴെങ്കിലും ഇന്ന് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? അപ്പൊ എപ്പോഴാണ് in the box, in the cage എന്ന് പറയുന്നത്, ഉള്ളിൽ എന്നൊക്കെ പറയുന്നത് ഉള്ളി എന്ന് പറയാം, ഇൻ ദ മോർണിംഗ് പറയാം. എന്തിനെ സൂചിപ്പിക്കുന്നു? മന്ത് മന്തിന് മന്ദേ. ഓക്കെ, ഇൻ ഫ്രണ്ട്. ഇൻ ഫ്രണ്ട് ലൊക്കേഷൻ പറയാൻ വേണ്ടി ഇനി യൂസ് ചെയ്യും. ലൊക്കേഷൻ. ഓക്കെ, പ്ലേസ്. then കുറച്ചൊക്കെ അറിയാം. in the pocket, in the morning, place and state. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതാം. ഇതൊക്കെയാണ് കൺട്രീസ്, വില്ലേജസ്, സിറ്റീസ്. ഇത് പറയാൻ നമ്മള് ഇൻ ആണ് യൂസ് ചെയ്യുക. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. സ്ലാഷ് ഇട്ട് കൺട്രീസ് സ്ലാഷ് വില്ലേജ് സ്ലാഷ് സിറ്റീസ്. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. ദെൻ നമ്മള് സീസൺ, നമ്മുടെ സീസൺ പറയാൻ നമ്മൾ യൂസ് ചെയ്യും. വിന്റർ, സമ്മർ, ഓട്ടം. ഓക്കെ, ഇതൊക്കെ സീസൺ ആണ്. സീസൺ പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാറ്. അപ്പൊ സീസൺ ഏതാ പറയുമ്പോ സ്പീഡ് തോന്നുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. സീസൺ. Then the third point, month, week, year. Okay. First point, countries, village, cities. Okay. Countries, village, cities. നമ്മുടെ കൺട്രി ഇപ്പോൾ എന്താണ് ഞാൻ എവിടെയാണ്? ഓക്കെ, അരുണിമ നമ്മുടെ പ്രപ്പോസിഷനെ കുറിച്ച് എടുക്കുന്നത് ക്ലാസ്സില്. അപ്പോ നോട്ട്ബുക്കിൽ എഴുതുക, ഹെഡിങ് കൊടുക്കുക പ്രപ്പോസിഷൻ. അതിൽ ഫസ്റ്റ് പ്രപ്പോസിഷൻ ആണ് കൊടുക്കുന്നത്, അത് ഇൻ ആണ് കേട്ടോ. ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ചാണ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നോട്ട്ബുക്കിൽ ഇൻ എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തിട്ട് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. അത് ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. Countries, the village, cities. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹലോ. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ആണോ? ഫസ്റ്റ് ക്ലാസ് ആണോ? ഫസ്റ്റ് ക്ലാസ് തുടങ്ങി? അല്ല, ക്ലാസ് ഇപ്പൊ തുടങ്ങിക്കള്ളൂ. ഓക്കെ ഓക്കെ. പ്രപ്പോസിഷൻ ആണ് എടുക്കുന്നത്. ഷമീമ പ്രപ്പോസിഷൻ ആണ് എടുക്കുന്നത്. നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുക. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞ മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഇൻ എന്ന് പറയുന്നത് സ്മോൾ ഹെഡിങ് കൊടുക്കുക. ഇൻ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണ്. അതിനെ കുറിച്ചിട്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ.
യൂസ് ചെയ്തേ. അപ്പൊ നമ്മള് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് സീസൺ ആണ്. തേർഡ് പോയിന്റ് മന്ത്, വീക്സ്, ഇയർ. മന്ത് പറയുമ്പോഴും വീക്ക് പറയുമ്പോഴും ഇയർ പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇസ് ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ മോർണിംഗ്, ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ് ഇത് പറയുന്നതും എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. അതിനുശേഷം അടുത്തൊരു ചെയ്യുക സ്മോൾ വെഹിക്കിൾ. നയിച്ച് പറയുക കേട്ടോ, നയിച്ച് പറയുക. അടുത്തത് സ്മോൾ വെഹിക്കിൾ എഴുതാം. സ്മോൾ വെഹിക്കിൾ, then loss of space. അപ്പൊ ഇത്രയും പോയിന്റ് എഴുതാട്ടോ. ഫസ്റ്റ് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, then മാഡം പറഞ്ഞതൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ ക്ലിയർ ആക്കാവോ? മേഡം ലൊക്കേഷൻ പറയത്തില്ലയോ? ലൊക്കേഷൻ ഞാൻ പറയാം, കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാവേ. ഓക്കെ, നിങ്ങൾ പോയിന്റ് എഴുതിയെടുക്കുമോ? ഞാൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് അത് എഴുതിയെടുക്കുക. കേൾക്കുന്നില്ല, പറയണത് കേൾക്കണില്ലേ? കേൾക്കുന്നില്ല? ഇല്ല, ലാസ്റ്റ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ഞാൻ പറയാം, ഒരു പോയിന്റ് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, then season. The third point month, week, year. മാസം, ആഴ്ച, വർഷം. The fourth point morning, afternoon, evening. Okay, the last one, so last ഇതാ. അതിനുശേഷം സ്മോൾ വെഹിക്കിൾ. സ്മോൾ വെഹിക്കിൾ പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുക. Then the last one enclosed space. ഞാൻ ഇതിലും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തത് നോക്കി എഴുതാം. ഹലോ, ഓക്കെ, ഷമീമ പറയൂ. പ്രിപ്പോസിഷൻ എഴുതണ്ടേ ഫുൾ ആയിട്ട്? വേണ്ട, പ്രിപ്പോസിഷന് ഹെഡിങ് കൊടുക്കാം, മെയിൻ ഹെഡിങ് കൊടുക്കാം. ഞാൻ അത് എഴുതണോന്ന്. അതിനുശേഷം ഇന്ന് എഴുതാം. ഇൻ പ്രിപ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ന് എഴുതിയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഇന്ന് എഴുതിയിട്ട് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. പോയിന്റ് പറഞ്ഞോ മിസ്, പറഞ്ഞോ? ഓക്കെ ഓക്കെ, ആരെങ്കിലും നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? എനിവൺ? പാർവതി. ഓക്കെ, പാർവതി ഒന്ന് നോട്ട് എഴുതിയത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാവോ? ഓക്കെ, പറയോ ആരെങ്കിലും? ഹലോ മിസ്, പറയട്ടെ? പറയൂ, ഒരാളെങ്കിലും പറയൂ. നോട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? കിട്ടാത്തവരെ എഴുതിയിട്ടെ. ഓക്കെ ഓക്കെ, പറയട്ടെ മിസ്സേ? ഓക്കെ, ഇന്നെന്നുള്ള പ്രിപ്പോസിഷൻ എവിടെയൊക്കെ ചേർക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കൺട്രീസ്, സിറ്റീസ്, വില്ലേജസ്. കേൾക്കുന്നുണ്ടോ? കൺട്രീസ്, സിറ്റീസ്, സിറ്റീസ്, വില്ലേജ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് സീസൺ. നമ്മള് സമ്മർ, വിന്റർ സീസൺ ഒക്കെ പറയില്ലേ, ആ സീസണിന് മുന്നേ. ഓക്കെ. പിന്നെ അടുത്തത് തേർഡ് പോയിന്റ് മന്ത്, വീക്ക്, ഇയർ. മന്ത്, വീക്ക്, ഇയർ. ഓക്കെ, താങ്ക് യു. ഇനി ഫോർത്ത് പോയിന്റ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഓക്കെ, എഴുതിയോ? അടുത്ത ഫിഫ്ത് പോയിന്റ് സ്മോൾ വെഹിക്കിൾസ്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്
ലാസ്റ്റ് പോയിന്റ് എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസ്. ഓക്കെ. ഇത്രയും പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞേക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ പോയിന്റ് എഴുതിയല്ലോ. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പോ അവൻ ഫ്രാൻസിലാണ് എന്ന് പറയുകയാണ്. ഓക്കെ, ഫ്രാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺട്രി ആണ് അല്ലെ. അവൻ ഫ്രാൻസിലാണ്. ഇനി വില്ലേജ് ആണെങ്കിലോ സിറ്റി ആണെങ്കിലോ അവൻ എറണാകുളത്താണ് എന്നൊക്കെ പറയില്ലേ നമ്മള്? അതെങ്ങനെയാ പറയാ? എറണാകുളം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കൺട്രി, വില്ലേജ്, സിറ്റി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. ഇനി അവിടെ ഈസ് ഓൺ ഫ്രാൻസ് എന്ന് പറഞ്ഞാല് അത് തെറ്റാണോ? തെറ്റല്ലേ? മിസ്റ്റേക്ക് അല്ലേ? ഇത് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ഈസ് ഓൺ ഫ്രാൻസ് എന്ന് പറയില്ല. കൺട്രീസിന് മുമ്പിലും കൺട്രീസ് ആയിക്കോട്ടെ, വില്ലേജ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, എന്റെ ഫ്രണ്ടില് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഇന്നാണ്. അത് എന്താണ്? അവൻ ഫ്രാൻസിൽ ആണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വില്ലേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആയിരിക്കണം. ഇനി വേറെ എന്ത് പ്രപ്പോസിഷൻ യൂസ് ചെയ്താലും അവിടെ മിസ്റ്റേക്ക് ആയിരിക്കും. അതെയാണ് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഇനിയിപ്പോ അവർ താമസിക്കുന്ന ഡൽഹിയിലാണ്. ലിവ്സ് ഇൻ ഡൽഹി. ഓക്കെ, ലിവ്സ് ഇൻ ഡൽഹി എന്നാണ് പറയാം. അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്. മാക്സിമം ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എങ്ങനെയാണ്? സീസൺ ആണ് അല്ലെ. സീസൺ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കോട്ടൺ, we wear cotton dress and cotton clothes in summer. We wear cotton clothes in summer. അതെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് സമ്മറിൽ നമ്മൾ കോട്ടൺ ഡ്രസ് ആണ് വെയർ ചെയ്യുന്നത്. അപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇല്ല എന്ന് പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയും, ഇൽ. പക്ഷെ അതിലും നല്ലത് നമ്മൾ ഈ ഓരോ പോയിന്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിക്കാം. സീസൺ വരുമ്പോഴും കൺട്രി വരുമ്പോഴും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഏത് സീസൺ ആയിക്കോട്ടെ, അത് വിന്റർ ആയിക്കോട്ടെ, സമ്മർ ആയിക്കോട്ടെ, ഓട്ടം ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ സമ്മർ ആ സീസണെ പറ്റി എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സമ്മറിലാണ്. എങ്ങനെയാ പറയാ? We planned a trip in summer. Yeah, we planned a trip in We summer. planned a trip in summer. In summer. സമ്മറിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സീസൺ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. അതുപോലെ തന്നെയാണ് മന്ത്, വീക്ക്, ഇയർ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയേണ്ടത്. നിങ്ങൾ എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? I born in February. ഫെബ്രുവരിക്ക് മുൻപ് നമ്മൾ യൂസ് ചെയ്ത ഇന്നാണ്. ഇനി ഇയർ പറയാനാണെങ്കിലോ 1991. ഓക്കെ, അപ്പൊ ഇയറിന് മുന്നിൽ നമ്മൾ എന്താണ് ഇന്നാണ് യൂസ് ചെയ്തത്. ഓൺ യൂസ് ചെയ്ത് ശരിയാവോ? ഓൺ അല്ലെങ്കിൽ അറ്റ് ഒക്കെ യൂസ് ചെയ്ത് ശരിയാവോ? ഇല്ല. പൊസിഷൻ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇയർ ആയിക്കോട്ടെ, വീക്ക് ആയിക്കോട്ടെ, മന്ത് ആയിക്കോട്ടെ, ഇതിന് മുന്നിൽ വരുന്നത് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഇതെല്ലാലോ ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്ന പ്രപ്പോസിഷൻ ഇവിടെ യൂസ് ചെയ്യണം എന്നറിയാണ്ട് പോലും നമ്മള് ഇൻ ദ മോർണിംഗ്, ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ശരിയല്ലേ? നമ്മളത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അത് മോർണിംഗിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ടല്ല അല്ലെ. അപ്പൊ മനസ്സിലാക്കേണ്ടത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഇവിടെ എന്തായാലും ഇൻ ദ മോർണിംഗ് എന്നാണ്, ഇൻ മോർണിംഗ് എന്നല്ല ഇൻ ദി മോർണിംഗ് എന്ന് വരും.
Okay, in the morning, in the afternoon, in the evening. Okay, clear അല്ലേ? Yes, clear. Okay, ഇനി നെക്സ്റ്റ് സ്മോൾ വെഹിക്കിൾ. ഞാൻ കാറിലാണ് എങ്ങനെയാ പറയാ? I am in the car. മാം സീസൺ ഒരു എക്സാമ്പിൾ പറയാവോ? പറയാട്ടോ, ഞാൻ മെസ്സേജ് കാണുന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ, അപ്പോ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ കാറ്, അതായത് നമുക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ഏത് തരം വെഹിക്കിളും സ്മോൾ വെഹിക്കിൾ ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ കാർ ആകാം, ഓട്ടോറിക്ഷ ആകാം, എന്തുവാകാം, ഇതെല്ലാം സ്മോൾ വെഹിക്കിൾ ആണ്. സോ അതിൽ നമ്മൾ കാറിലാണ് എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറയും. ഓക്കെ, ഐ ട്രാവൽ ഇൻ കാർ പറയില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ട്രാവൽ പറയില്ല. ഓക്കെ, ഞാനിപ്പോ കാറിലാണ് എന്ന് പറയുമ്പോ ഓക്കെ നമുക്ക് ആം ഇൻ ദ കാർ എന്ന് പറയാം. ഇൻ ബൈക്ക് പറയില്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പറയുന്നത് മിസ്റ്റേക്ക് ആണ്. ബൈക്ക് പറയില്ല, ട്രാവൽ ഇൻ കാർ പറയില്ല. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഇൻ ദ കാർ. കാറിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്, കാറിനുള്ളിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു അടഞ്ഞ ഒരു സ്പേസ് ആണ്. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് അവിടെ വരണം അല്ലെ. മൈ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ്. എന്റെ പേൻ എന്റെ പോക്കറ്റിനുള്ളിലാണ്. ഈസ് ഇൻ മൈ പോക്കറ്റ്. ഓക്കെ, അപ്പൊ പോക്കറ്റ് എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്. ഇനി ദ ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. ആപ്പിൾസ് ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിനുള്ളിലാണ് അല്ലെ. അപ്പൊ അത് അവിടെ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഉള്ളിൽ ഐ ആം ഇൻ ദ ഓഫീസ് വരൂല്ലേ? ഓഫീസിനുള്ളിലാണ്. ഐ ആം ഇൻ ദ ഓഫീസ്. ഞാൻ ഓഫീസിലാണ് പറയാം. ഓക്കെ, അപ്പോ എൻക്ലോസ്ഡ് സ്പേസ് ഉള്ളിൽ. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ നമ്മുടെ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ വീക്സ് വെച്ചിട്ടാണെങ്കിൽ I will see you in 2 weeks. ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ കാണാം. ഓക്കെ, I will see you in 2 weeks. മനസ്സിലായോ? അപ്പൊ വീക്സ് ആണെങ്കിലും ഇയർ ആണെങ്കിലും മന്ത് ആണെങ്കിലും നമുക്ക് ഇന്ന് പറയാം. ക്ലിയർ? അപ്പോ പോയിന്റ് വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒരു കാര്യം അപ്പോ അപ്പോ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് മേക്ക് ചെയ്യാൻ നോക്കുക. ഒരുപാട് എക്സാമ്പിൾസ് പറയുമ്പോ നിങ്ങൾക്ക് തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും, അത് കേൾക്കുന്നവർക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എക്സാമ്പിൾസ് പറയാൻ പറ്റും. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിന് ഡിസ്റ്റർബൻസ് വരില്ല. നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ സംസാരിച്ചതിന് ശേഷം അത് മ്യൂട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓൺമ്യൂട്ട് എടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. പക്ഷെ അത് പോസിബിൾ അല്ല. ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഓൺമ്യൂട്ട് എടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. സ്പേസിന്റെ 2 എക്സാമ്പിളും കൂടി പറഞ്ഞുതരുമോ? ഏതാണ് എൻക്ലോസ്ഡ് സ്പേസിന്റെ 2 എക്സാമ്പിളും കൂടി ഒന്ന് പറഞ്ഞുതരുമോ? എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുമ്പോ നമുക്ക് എന്തും പറയാലോ. ക്യാച്ച് ഇൻ ദ ബോക്സ്. ക്യാച്ച് ബോക്സിനുള്ളിലുണ്ട്. ക്യാച്ച് ഈസ് ഇൻ ദ ബോക്സ്. ദെൻ പിന്നെന്താ പറയാ, എന്താ പറയാ, A pen is in my pocket. പെൻസ് ഇൻ മൈ പോക്കറ്റ് എന്ന് പറയുന്നു. നമ്മുടെ പേഴ്സിനുള്ളിലാണെങ്കിൽ എന്താ, ക്യാഷ് ഇൻ മൈ പേഴ്സ് എന്ന് പറയാം. ഓക്കെ, എന്തൊരു സ്പേസ് ആണെങ്കിലും അത് എന്തും ആയിക്കോട്ടെ കേട്ടോ, ഇതെന്നല്ല. ഇപ്പൊ നമ്മുടെ ഷെൽഫിനുള്ളിലാണെങ്കിലും അത് ഉള്ളിൽ തന്നെയാണ് അല്ലെ. ഇയറിംഗ്സ് ആർ ഇൻ ദ ഷെൽഫ് എന്ന് പറയാം. എന്റെ ഇയറിംഗ്സ് എല്ലാം ഷെൽഫിലാണ്. ഓക്കെ, അപ്പോ എന്തിന്റെ ഉള്ളിലാണ്, ചെറിയൊരു സ്പേസ് ആവുന്ന മാത്രമല്ല, അത് എത്ര വലിയ എന്തിന്റെങ്കിലും ഉള്ളിലാണെങ്കിലും നമുക്ക് ഉള്ളിൽ എന്ന് പറയാം. ഓർണമെന്റ്സ് ആർ ഇൻ ദ ബോക്സ് പറയാം, ടോയ് ആർ ഇൻ ദ ബോക്സ് പറയാം. ഉള്ളിൽ എന്നൊരു മീനിങ്ങിലാണ് എൻക്ലോസ്ഡ് സ്പേസ് വരുന്നത്. ഓക്കെ, വാക്ക് കേൾക്കുമ്പോൾ മാം ഉള്ളിൽ എന്നുള്ളതിനെ ഇൻസൈഡ് അല്ലേ യൂസ് ചെയ്യുന്നേ?
വീക്കിന്റെയും ഇയറിന്റെയും ഒക്കെ ഡൈഡ് ഓൺ എന്ന് കൊടുക്കൂലേ? എന്തോ ചില സമയത്ത് സമ്മറിയിലൊക്കെ ആണ് he died on 1984, he died on that Wednesday, അങ്ങനെയൊക്കെ കൊടുക്കില്ലേ? ഓൺ കൊടുക്കൂലേ ചില സമയത്ത് വീക്കിന്റെയും ഇയറിന്റെയും ഒക്കെ ഫ്രണ്ടിൽ? ഞാൻ പറയാം. ഓൺ പ്രപ്പോസിഷൻ ഓക്കെ ഓക്കെ. മാം ഇതില് എൻക്ലോസ്ഡ് സ്പേസ് എന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ ഉള്ളില് എന്നുള്ളത് കാണിക്കുന്നതിന്റെ അല്ലേ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്നത്? അത് ഏത് വസ്തുവാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആണ് അല്ലേ? ഓക്കെ. ഉള്ളിൽ എന്നൊരു മീനിങ്ങിലാണ് ഇന്ന് വരുന്നത്. ഓക്കെ, അതും അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട്. അല്ലാതെ ഇപ്പോ മന്ത് ആണെങ്കിൽ മന്ത് നമ്മൾ ഉള്ളിൽ എന്നല്ല പറയാം അല്ലെ, അത് മന്ത് ആയതുകൊണ്ടാണ് ആ മീനിങ് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ വന്നത്. അപ്പൊ അവിടെ ഉള്ളിൽ എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ ഇത്രയും ബേസിസിലാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട്. പിന്നെ ഇൻസൈഡ് ഉണ്ട്. എല്ലാ പ്രപ്പോസിഷനും അങ്ങോട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ഞാൻ വേണമെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞത് ഒരു കുറച്ച് പ്രപ്പോസിഷൻ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും പ്രപ്പോസിഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, എല്ലാ പ്രപ്പോസിഷനും അങ്ങോട്ട് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. ഏറ്റവും ഇതിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ ഓൺ ആക്ട്സ് ആണ്. ഇത് മൂന്നും തമ്മിൽ എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, അതാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓൺ അവിടെ യൂസ് ചെയ്യാൻ പാടില്ലേ, ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അതെല്ലാം ക്ലിയർ ചെയ്തതാണ്. അപ്പൊ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ച് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, പറയൂ. ഇപ്പൊ ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ പോയിന്റ് വെച്ചിട്ടെല്ലാം നിങ്ങൾക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ടെൻസ് കറക്റ്റ് ആണോ എന്നൊന്നും നോക്കണ്ട. ഞാൻ ടെൻസ് ഒന്നും നോക്കുന്നില്ല. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ക്ലിയർ. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ പറയൂ. പറയാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. കുറച്ച് സൗണ്ട് പറയാമോ? കേട്ടില്ല? സൗണ്ടിൽ പറയാനാണോ? കുറച്ച് സൗണ്ടിൽ പറയാമോ? സൗണ്ടിൽ പറയാം. എനിക്ക് ത്രോട്ട് കുറച്ച് ത്രോട്ട് കഫ് ആൻഡ് കോൾഡ് ആണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗണ്ട് ഉണ്ട് എനിക്ക്. ഓക്കെ, ക്ലാസ് മനസ്സിലായി നിങ്ങൾക്ക്? എക്കോ ഉണ്ടല്ലോ? എക്കോ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എക്കോ വരുന്നില്ല. ഇല്ല, എനിക്ക് വയ്യാത്തോണ്ടാണോ ക്ലാസ്. എനിക്ക് അത്രയും ഭയങ്കര ചുമയാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് അതൊക്കെ പറയുന്നത്. ഓക്കെ, എല്ലാം മാറിയിട്ട് നമുക്ക് ആക്റ്റീവ് ആയിട്ട് വരാം. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാവരും പറയൂ. The book is on the table. The book is on the table. അത് ഓണല്ലേ? എനിക്ക് ഇന്നാണ് വേണ്ടത്. എൻ പ്രപ്പോസിഷൻ വെച്ചിട്ടാണ് എക്സാമ്പിൾസ്. Pen is my box. Pen is in my box. Yeah. Ma'am, My I am friend Arya lives in Box in the car. Mumbai. ഒരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാമോ? I born in 1983. യാ, ഓക്കെ. എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. ടെക്സ്റ്റ് Catch in the box. Yeah, in the box. Correct. I'm in house. ഞാൻ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ അത് വീട്ടിനുള്ളിൽ തന്നെയാണ്. അപ്പോ അവിടെ ഇന്ന് അത്ര കറക്റ്റ് അല്ല കേട്ടോ. I'm in the house കറക്റ്റ് അല്ല. ഓക്കെ, apples are in the basket. My parents are living in America. One's in a milk. Snacks in the bucket. My friend Arya lives in Mumbai. My brother born in January. Amal is in Delhi. I bought the car in near Malaysia. I live in Delhi. I'm in hospital. My friends are in the class. They left his phone in the car. Yeah, she's staying in her room. Yeah, correct. I'm vacation in summer. We are planning to have 2 in the month of May.
Dripping milk, yeah. My brother Ma'am, and the chocolates are kept in the box. The flower pot is in the room. yeah. Correct. And the office, I'm driving. Yeah, I'm living in Kollam. I show this is Delhi. London, in cats, you drop in the box, my pen in the box. My pen is in the box in the border. Box is a particular. After it's a company. Okay. After it's a person, my brother. Sure. Okay. She's reaching a room. Oh, yeah, a room. I'm in track. Oh, yeah, she's studying in the library. I'm in office. I'm studying in the classroom. I wake up in the morning. I am trapped എന്നല്ലേ വരൂ? അത് I am in trapped എന്ന് തന്നെയാ വരിക? I'm in trapped. Yeah. I am trapped അല്ലേ? I'm living in Connecticut. I'm coming in a few minutes. I'm coming where's our planning playing in the ground and then yeah, okay, Shreya. My dogs are in my brother in Qatar. Ma'am, my brother is in Qatar എന്നാണോ അതോ my brother in Qatar എന്നാണോ? is in അല്ലേ? ഞങ്ങൾക്ക് അറിയാത്തോണ്ടാണ് in Qatar. അത് അറിയാത്തോണ്ടാണല്ലോ ഒന്ന് നമ്മൾ പ്രൊപ്പോസിഷൻ ആണ് കറക്റ്റ് ആയിട്ട് നോക്കുന്നത് ഇപ്പൊ അല്ലാത്തതൊന്നും നോക്കുന്നില്ല കേട്ടോ മിസ്റ്റേക്സ് വരുന്നുണ്ട് അത് നമ്മൾ ടൈംസ് ഒക്കെ എടുക്കുമ്പോൾ Okay, ma'am, okay. I'm traveling by the time. Yeah, me and my friends are playing tennis in the evening. I will be calling. She went in and closed the door. She went in. Okay. The little girl was putting the cage. മാം ചോദിക്കട്ടെ, മീ ആൻഡ് മൈ ഫ്രണ്ട്സ് വരൂ? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് അല്ലേ വരുന്നേ? അതെ ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റേക്സ് ഉണ്ട് അത്യാവശ്യം മിസ്റ്റേക്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രൊപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ മാത്രം ഫോക്കസ് ചെയ്യും ഓക്കെ അതർവൈസ് ബാക്കിയെല്ലാം ഞാൻ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞു Yeah, okay, Shreya. The box in the table. The box in the table. No, it's wrong. It's in Dubai. We're in Delhi. It's in this car. I met my friend in the morning. The addresses are in the wardrobe. My phone is the work in that Dubai. Yeah. അപ്പോൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണെന്നും എവിടെയാണെന്നും കറക്റ്റ് ക്ലിയർ ആണെന്ന് മനസ്സിലായി ഓക്കെ ഇനി പറയാനുള്ളത് കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് അത് വേറെ ടെൻസസിന്റെ ആണെങ്കിലും ഓക്സിജൻസ് ആണെങ്കിലും അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ വരുത്തുന്നുണ്ട് ഓക്കെ അത് നമുക്ക് ടെൻസ് പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാവുന്നതാണ് ബാക്കി എല്ലാവരും പ്രൊപ്പോസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇൻ ദ ഈവനിങ് പറയും ഇൻ ഈവനിങ് അല്ല ഇൻ ദ ഈവനിങ് പറയും അത് ദാ ചേർക്കുന്നത് നല്ലതാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് 80 എബോ സ്റ്റുഡൻസ് ഉണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എനിക്ക് എല്ലാവരും ഒപ്പീനിയൻ അറിയണം ഓക്കെ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ പോലും ചോദിക്കാം ഞാനത് ക്ലിയർ ചെയ്ത് തരാം ഞാനെന്തെങ്കിൽ പോലും ക്ലാസ്സിൽ ആരെങ്കിലും ക്ലിയർ ചെയ്ത് തരും ഓക്കെ ഇപ്പൊ പറഞ്ഞെന്ന് പറയും ഇപ്പൊ പറഞ്ഞെന്ന് പറയുമ്പോ I'm using the black pen. No. In somewhere, in somewhere. In somewhere, not in the somewhere, in somewhere. What is that actually? Okay. In winter, in summer, in autumn, November.
ഈവനിങ്ങിന്റെ കൂടെ ഈവനിങ് ആഫ്റ്റർനൂൺ ഒക്കെ വരുമ്പോ എന്ത് പറയണം കേട്ടോ. ഇതാ വേണം ഇൻ ദി ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി മോർണിംഗ് എന്ന് പറയണം. ഓക്കെ. The next vacation in the summer പറയില്ലേ? ഹലോ നെക്സ്റ്റ് The next vacation in the summer. അതിനിടയിൽ ഇതാ പറയില്ലേ? In summer പറഞ്ഞാൽ മതി. ഇൻ സമ്മർ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആണ്. അത് ഞാൻ ആർട്ടിക്കിൾ, നിങ്ങൾക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമുക്ക് കേട്ടോ. ഇതാ അതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾസ് ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അത് ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഞാൻ അത് എടുക്കാം. ഓക്കെ ആണോ? പറയൂ. യെസ് മാം, ഓക്കെ ആണ്. ആർട്ടിക്കിൾ എടുക്കണം. ഓക്കെ. പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആർട്ടിക്കിൾ എടുക്കാം. എന്തായാലും പ്രപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, കുറച്ചുകൂടെ ഫിനിഷ് ആവട്ടെ കേട്ടോ. അതിനുശേഷം അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ക്ലിയർ ചെയ്യും. അതായത് കോഴ്സ് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈവനിങ് ഈവനിങ് വരുമ്പോ ഇന്ന് ഈവനിങ് വരൂലല്ലോ, ഇന്ന ഈവനിങ് അല്ല. ഒരു ഡൗട്ട് കണ്ടുകൊണ്ട് ചോദിച്ചത് അതുല്യ. അതെ, she will come in my house അല്ല. അവിടെ in the afternoon പറയും. She will come to my house in the afternoon പറയണം. ഓക്കെ. അപ്പൊ ടു യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? ടു ഒരു പ്രപ്പോസിഷൻ ആണ് അല്ലെ? ടു പ്രപ്പോസിഷൻ ആണ്, ഇൻ പ്രപ്പോസിഷൻ ആണ്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാ. ഷീ വിൽ കം ഇൻ മൈ, കമ്മിനല്ല, കം ടു മൈ ഹൗസ്. അവൾ എന്റെ വീട്ടിലേക്കല്ലേ വരുന്നേ അല്ലെ? അവൾ എന്റെ വീട്ടിലേക്ക് വരും എന്നാ പറയുന്നത്. ഷീ വിൽ കം ടു മൈ ഹൗസ്. എന്റെ വീട്ടിലേക്ക് വരും. എപ്പോ വരും? ഇൻ ദി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്കാണ് വരുന്നത് അല്ലെ? മനസ്സിലായോ? അപ്പോ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോ അവിടെ ടു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആണ്. ഓക്കെ. അതേപോലെ ഒരുപാട് പ്രപ്പോസിഷൻ ഉണ്ടാകും. ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഇനി ഇതുമായി ഇൻ പ്രപ്പോസിഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഒപ്പീനിയൻ ആണ് നോട്ട് വയ്ക്കുക. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ചു പേരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ടാകാം, പറയാൻ ചില ബുദ്ധിമുട്ടുണ്ടാകാം, ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഓക്കെ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്കത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ചോദിക്കാം. ഓക്കെ. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആർക്കും അത്രയും ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്, അറിയില്ലെന്നല്ല. ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യണ്ട. അല്ലാത്തവരുണ്ടല്ലോ ഇംഗ്ലീഷ് അറിയാത്തവർ ഒരുപാട് ക്ലാസ്സിലുണ്ട്, അവർ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അതുകൊണ്ട് ഇനി ഞാനിപ്പോൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കോ, ഞാൻ വിചാരിക്കോ, ഞാൻ ചോദിക്കുന്ന ഡൗട്ട് ഇനി പൊട്ടത്തരാണോ എന്നൊന്നേ വിചാരിക്കണ്ട കേട്ടോ. എന്താണെങ്കിലും ചോദിക്കാം. മാം ഇയർ വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇയർ വെച്ചിട്ടോ? യെസ്. Yeah, I joined in our company. Sorry, I joined our company in 1997. Yeah, 1997. ഞാൻ 1997 ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ക്ലിയർ അല്ല, മിസ്സിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ആണോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇഷ്യൂ ഉണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നതാണോ? ക്ലിയർ ആണോ? മിസ് ഡബിൾ ആയിട്ട് കേൾക്കുക, ഇടയ്ക്ക് വിട്ടുവിട്ട് പോകുന്നുണ്ട്. സൗണ്ട് ബ്രേക്ക് ഉണ്ടോ? യെസ് മാം. എല്ലാവർക്കും ഉണ്ടോ? യെസ് മാം. അതെ. ആണോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. നിങ്ങൾക്കിനി റേഞ്ചിലാണ്ടാണോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? ഓക്കെ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? അയ്യോ, വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആണ്. ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുപോലെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പ്രപ്പോസിഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ക്ലിയർ ആണ്. ഓക്കെ, I was born in 2002. We are correct. ക്ലിയർ ആണല്ലോ? മാം അവിടെ ബോൺ ഓൺ എന്നല്ലേ വരത്തുള്ളൂ? ഐ വാസ് ബോൺ ഓൺ. അല്ല, ഓൺ ഡേറ്റിന് മുമ്പല്ലേ വരേണ്ടത്? ഓക്കെ. മാം, ഐ എം ട്രാവലിംഗ് ഇൻ ദ ബസ് അല്ലേ വരിക? ബൈ ബസ് ഒക്കെ വരുന്നത് എപ്പോഴാണ്? അത് ഞാൻ പറഞ്ഞുതരാം. ബൈ പറയുമ്പോ ഞാൻ പറയാം. കാരണം ഇപ്പോ മാം അത് ബസ് എന്ന് പറയുന്നത് വലിയ വെഹിക്കിൾ അല്ലേ, അപ്പൊ അവിടെ അങ്ങനെ വരില്ലല്ലോ. ഐ എം ട്രാവലിംഗ് ഇൻ ദ ബസ് എന്ന് പറയുമോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ട് എന്താണെന്നറിയോ? ഇപ്പൊ ഇന്നല്ല നമ്മൾ പറഞ്ഞേ, ഇന്ന പറഞ്ഞതിന്റെ കൂട്ടത്തില് ഓണ് ബൈ ഒക്കെ പറയുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് ഒന്നും അറിയാത്തവർക്ക് ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാനത് ഒന്നും നമ്മൾ വിട്ടു പറയാത്തെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതിനുശേഷം ഇപ്പൊ ഞാൻ അടുത്ത പ്രപ്പോസ് ചെയ്തിട്ടുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇന്നിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ടും അടുത്ത പ്രപ്പോസലിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഡൗട്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അത് ക്ലിയർ ആകും. അല്ലെങ്കിൽ ഭയങ്കര ആമോ നിങ്ങളൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. കാരണം ചിലപ്പോൾ ഒട്ടും ബേസിക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ടെക്സ്റ്റ് ചെയ്യാനോ ഉണ്ടല്ലോ, ക്ലിയർ ചെയ്യാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ? ഇല്ലാലോ, ഞാൻ ഏഡ് ചെയ്തിട്ടില്ലല്ലോ. ലിങ്ക് ഉണ്ട്, മെസ്സേജ് ലിങ്ക്. ക്ലാസ് കഴിയുമ്പോ അത് ലിങ്ക് ഒക്കെ തരും, അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പില് ഏഡ് ചെയ്യണം എന്തായാലും. ക്ലാസ് കഴിയുമ്പോൾ സംസാരിക്കാവേ, ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പോ എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത്. ഓക്കെ, ഇപ്പൊ മിസ്സിനോട് ചോദിച്ചാൽ വിചാരിച്ചിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ ഗ്രാമറെങ്കിലും കുറച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. ആവശ്യമാണ്, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറ്റും. നമ്മൾ വിചാരിച്ചാൽ നടക്കാതെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം. അത് അത്രയും എന്താണ്, പണ്ടൊക്കെ പഠിച്ചിരുന്നത് എങ്ങനെയാണ്? ഗ്രാമർ കേൾക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ അത് പഠിക്കുമ്പോൾ ഗ്രാമർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറിംഗാണ്. അപ്പൊ ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് ആ ക്ലാസ് നമ്മൾ ഇന്ററാക്ട് ചെയ്ത്. ഇപ്പൊ നിങ്ങൾ പ്രപ്പോസിഷൻ പഠിച്ച് നിങ്ങൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് പോയിന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ? ആണോ? അത് എനിക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ക്ലിയർ ആയി. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് ചിലവർക്കും ഇപ്പൊ എനിക്കാണെങ്കിലും കേൾക്കുന്നവർക്കാണെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. ഓക്കെ, ഞാൻ നോക്കുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു സബ്ജക്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് പഠിക്കാം, അത് എങ്ങനെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാം. ആ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഓക്കെ, നമുക്ക് മനസ്സിലായല്ലോ. ഏതൊരു സബ്ജക്റ്റും നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്ക് പഠിക്കാൻ പിന്നീട് ഇൻട്രസ്റ്റ് വരുള്ളൂ
അല്ലെ? ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബോറിംഗ് ആണ്, മനസ്സിലാവുന്നില്ല, എടുക്കുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും അത് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല പഠിക്കാനുണ്ട്, എന്ത് ആ സബ്ജക്ട് ആണെങ്കിൽ പോലും. ശരിയല്ലേ? ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ സ്കൂൾ ടൈമിലാണെങ്കിലും ഏതെങ്കിലും ടീച്ചർ നന്നായിട്ട് വെരി ടഫ് ആണെങ്കിൽ പോലും എടുക്കുന്ന സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് തന്നെ കുറച്ച് ഇഷ്ടം തോന്നും. ശരിയല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സബ്ജക്റ്റിനോട് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അത് പഠിക്കാൻ ഇഷ്ടമാണ്, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ശരിയല്ലേ? അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെയല്ലേ. അപ്പോ അതുകൊണ്ട് എല്ലാരും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ഒരു ടീച്ചർ ആയാൽ അങ്ങനെ ഉണ്ടാകില്ല എന്നെനിക്ക് ഉണ്ടാകരുത് എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷെ എത്രയോ നല്ല രീതിയിൽ എത്ര ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നായിരിക്കും നമ്മൾ നോക്കേണ്ടത്, അല്ലെ? ഇനിയിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചെറിയ ട്രിക്ക് വരും, അല്ലെ? നമുക്ക് ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ അത് ഭയങ്കര എളുപ്പമായിരിക്കും. പെട്ടെന്ന് അത് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും മറക്കുകയുമില്ല. ബൈഹാർട്ട് പഠിച്ച എന്തും നമ്മൾ മറക്കും, പക്ഷെ മനസ്സിലാക്കി പഠിച്ചാലോ, എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ ഇനി ഇൻ എന്ന് പറയുന്ന പ്രൊപോസിഷൻ ഒരിക്കലും മറക്കരുത്. അയാൾ വരില്ല. അയ്യോ, നിനക്ക് ഡൗട്ട് വെക്കില്ലേ? ഇത് തെറ്റാണ്. കാരണം ഇതിപ്പോ പറയുമ്പോ ഇതില് ഞാൻ ടെൻസ് പറയേണ്ടി വരും. ഓക്കെ, ടെൻസ് പറയേണ്ടി വരും. അപ്പൊ ടെൻസ് പറയുമ്പോ ടെൻസ് അറിയാവുന്നവർക്കാണെങ്കിൽ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ I bought a gift for her marriage. മാരേജിന് വേണ്ടി എന്നല്ല പറയാം. ഫോർ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ അല്ലേ? ഫോർ പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ ഈ ഫോർ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വരുന്ന എല്ലാ ഡൗട്ടുള്ള പ്രൊപ്പോസിഷൻ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നമ്മള് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് പ്രൊപ്പോസിഷൻ അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് അത്യാവശ്യം നമുക്ക് ഇന്ററാക്ട് ചെയ്യണം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് അറിയാണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അതാണ് ഒരുപാട് അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറിംഗായിരിക്കും. ലാസ്റ്റ് പഠിച്ചതും കൂടെ മറന്നു പോകും. അതേ ഉണ്ടാവുള്ളൂ. ഓക്കെ മിസ്സേ, ഇംഗ്ലീഷ് എക്സാം ഇല്ലെന്നല്ലേ പറഞ്ഞത്? സമാധാനിക്കും, ഇംഗ്ലീഷ് എക്സാം ഇല്ല. അന്വേഷിച്ചു ഇല്ലാട്ടോ, എക്സാം ഇല്ലാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നീക്കോ എക്സാം ഇല്ലാന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കോ? അയ്യോ, അങ്ങനെ ചെയ്യൂല. എന്തായാലും മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമാണ്, എന്തായാലും ജോയിൻ ചെയ്യും. എനിക്ക് ക്ലാസ്സിൽ അങ്ങനെയാണ്. എനിക്ക് എക്സാം ഇല്ലാത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പാടാണ്. ഇംഗ്ലീഷ് സംസാരിക്കണം ഞാൻ പറയുന്നെങ്കിലില്ല, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് അത്ര അത്യാവശ്യമല്ലേ. ഇനി അങ്ങോട്ട് പോകുന്നതോടെ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. അത് ഭയങ്കര നാണക്കേടാണ്. ഇനിയിപ്പോ അങ്ങനെയാണ്. മെയിനായിട്ട് പഠിക്കേണ്ടതല്ലേ ഇത്? എന്തോ മെയിനായിട്ട് പഠിക്കേണ്ട ഈ ടീച്ചർ പറഞ്ഞിരുന്നത് മെയിനാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. അതെന്താന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ജോലിയെ കിട്ടി കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ ലാംഗ്വേജ് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് വേറെ കോഴ്സിന് പോയി ചേരും. ഓക്കെ, ഇവിടെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇതിന്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ നമുക്ക് സ്പീഡിലൊന്നും ഞാൻ ക്ലാസ് എടുത്തില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ അത് പറഞ്ഞേക്കാം. ഒരുപാട് ഞാൻ സംസാരിക്കുന്നുണ്ട്, അതും പറഞ്ഞ് ഞാൻ സ്പീഡില് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത്രയും സംസാരിക്കാതെ കുറച്ച് ഒരു 2-3 പ്രൊപ്പോസിഷൻ വഴി പറഞ്ഞു തീർക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു തീർക്കും എന്താ പറ്റാ? നിങ്ങൾക്ക് മനസ്സിലാവോ? പോർഷൻസ് മനസ്സിലാവില്ല, ഇങ്ങനെ എടുത്താ മതി. മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒരു പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നിങ്ങൾ കുറെ എക്സാമ്പിൾസ് പറയാ. നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഞാനല്ല.
എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി എന്ത് രസമായിരിക്കും അറിയാം, നല്ലോണം മനസ്സിലാവും. ഇങ്ങനെ ഇപ്പൊ മനസ്സിലാകുന്നത്. മനസ്സിലാവും. ചേർക്കാനുണ്ട്. ചേർക്കാട്ടോ. ഹാഫ് ആൻ അവർ പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഹാഫ് ആൻ അവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ അവർ എന്ന് പറയോ? ഇല്ല. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ മാറുന്നത് ഒരിക്കലും അത്ര കമ്പൽസറി അല്ല. മനസ്സിലായോ? നമ്മള് മിനിറ്റിന് മുന്നില്ല നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങള് മിനിറ്റ് ആണെങ്കിൽ കറക്റ്റ് നമ്പേഴ്സ് പറയുന്നുണ്ടല്ലേ, 10 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂ മിനിറ്റ്സ് പറയുന്നു. അപ്പൊ നമുക്ക് അവിടേക്ക് യൂസ് ചെയ്യുന്നതും ഒരു പ്രപ്പോസിഷൻ തന്നെയാണ്. ഫ്യൂ മിനിറ്റ്സ് അത് ക്വാണ്ടിറ്റി പറയുന്നതാണ്. അപ്പൊ അവരിനാണെങ്കിൽ മിനിറ്റ് ആണെങ്കിൽ കമ്പൽസറി അല്ല, നമ്മൾ യൂസ് ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ട് പറയാൻ പറ്റില്ല. അത് ചില ടെൻഡൻസിനെ ബേസ് ചെയ്തിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇന്നെടുത്തു, പക്ഷെ ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമല്ല ഇനി യൂസ് ചെയ്യാം. ഇത് ബിഗിനേഴ്സ് ആണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതോറും നമുക്ക് നോളജ് കൂടെ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്റെ ക്ലാസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ടും കൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. ഓക്കെ, നമ്മള് കുറെ നമ്മുടെ ഹാൻഡ് വർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. ഇത് ബിഗിനറാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ആ രീതിയിലാണ് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പറയുമ്പോ എനിക്ക് നിങ്ങളുടെ ഇപ്പൊ സ്റ്റുഡൻസിൽ നമുക്ക് 2 ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. അത്യാവശ്യം 2 അല്ല, ചിലപ്പോൾ 3 ടൈപ്പ് ഉണ്ടാകാം. അഡ്വാൻസ്ഡ് ഉണ്ടാകാം, ഇന്റർമീഡിയറ്റ് ഉണ്ടാകാം, ബിഗിനേഴ്സ് ഉണ്ടാകാം. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആരെയായിരിക്കണം? നിങ്ങൾ തന്നെ ബിഗിനേഴ്സിനല്ലേ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുക്കാം. അപ്പൊ അഡ്വാൻസ്ഡ് ആയവരും ഇന്റർമീഡിയറ്റ് ആയവരും അവര് കുറെയൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യാം. അവര് സ്വന്തമായിട്ട് തന്നെ കുറെ നോളജ് ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നോളജ് വരും. ഇംഗ്ലീഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ചില അഡ്വാൻസ്ഡ് ആയവർക്ക് ബോറടിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് ബിഗിനേഴ്സിനെ അവർക്കാണ് ഒട്ടും അറിയാത്തവര്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ആ രീതിയിലാണ് ക്ലാസ്സിൽ മുന്നോട്ട് പോവാ. അഡ്വാൻസ് രീതിയിലെന്നല്ല, കുറച്ചുകൂടെ ബേസിക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പയ്യെ പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ്സിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ നിങ്ങൾ? ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ ക്ലാസ്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ എന്തെങ്കിലും ചോദിക്കുക, ഡൗട്ട് ആണെങ്കിൽ പോലും എന്താണെങ്കിലും ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ പ്രൊപ്പോസിഷൻ ആയിട്ട് വരാം. അപ്പൊ ഇതുവരെ എടുത്ത നോട്ട്സ് എല്ലാം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അന്നാണ് തന്നെ പഠിച്ചു പോവാട്ടോ. ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ നോട്ട്സ് വെച്ചിട്ട് എത്ര പഠിച്ചാലും സംസാരിച്ച് കറക്റ്റ് ആണ്. അതിലെ ഞാൻ ധ്യാനിൽ പറയാം, ഞാൻ 100% ഷുവർ ആണ് നമ്മൾ എത്ര പഠിച്ചാലും സംസാരിക്കണം. പക്ഷേ കുറച്ച് ഗ്രാമർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ടൈമില് ഒരു സെന്റൻസ് പറയുമ്പോൾ നമ്മൾ തന്നെ കോൺഫിഡന്റ് ആയിരിക്കണം. ഞാൻ യൂസ് ചെയ്ത സെന്റൻസ് കറക്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കത് പറയാനുള്ള ടെൻഷൻ മാറി കിട്ടും. ഓക്കെ, അപ്പൊ കുറച്ച് ഗ്രാമർ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് നല്ല ഞാൻ പറഞ്ഞ കുറച്ച് ഗ്രാമർ പഠിക്കാം. പിന്നെ കുറെയൊക്കെ പറഞ്ഞ് ശീലമാവും. മനസ്സിലായോ? നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും കൺട്രി പോവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നും നമ്മൾ നോക്കില്ല. ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തല്ലെങ്കിൽ പറയും. അങ്ങനെ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ആവുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അവര് മലയാളമാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നത് കുറവാണ് അല്ലെ? അപ്പൊ കുറച്ച് നമ്മൾ ടെൻസ് പഠിക്കാം, ടെൻസ് അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാം, എന്താ പഠിക്കാം, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് തിയറീസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ തുടങ്ങാൻ പ്രസന്റേഷൻ ഉണ്ടാവാം. ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ സംസാരിപ്പിക്കും ഞാൻ കേട്ടോ, എന്തായാലും സംസാരിപ്പിക്കും. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിച്ച് കംഫർട്ടബിൾ ആകാം.
ഓക്കെ, ഒരു ടീച്ചറായിട്ട് കാണാതെ ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാം, സംസാരിക്കുക, എന്നോട് മലയാളത്തിൽ സംസാരിക്കുക, ക്ലാസ്സിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ പിന്നെ പോയി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ക്ലാസ്സിൽ ഫ്രണ്ട്ലി ആവാം, എല്ലാവരും ഫ്രണ്ട്ലി ആവാം. അപ്പൊ ഞാൻ സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും, ആ ഒരു ഫീല് തോന്നും. ഓക്കെ, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ടോപ്പിക് പ്രസന്റേഷൻ വരുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും. പണ്ടത്തെ ചാനൽ നിങ്ങൾ പ്രസന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമൊക്കെ വരും. മാം ഒരു ഡൗട്ട് ഉണ്ട്. മാം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്, ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇന്നലെ രജിസ്ട്രേഷൻ ചെയ്ത് ഇന്ന് ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. അപ്പൊ കുറച്ച് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? നെക്സ്റ്റ് ഓഫീസിൽ നമ്പർ ഉണ്ടായിരുന്നോ? ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓഫീസ് നമ്പർ ഇല്ല മാം. ഓഫീസ് നമ്പർ. ഓക്കെ, അപ്പൊ ക്ലാസ്സില് നിങ്ങൾ ക്ലാസ്സിൽ ആരോടെങ്കിലും ചോദിക്കും കേട്ടോ. അവര് പറഞ്ഞു തരും. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ടെക്സ്റ്റിന്റെ കാര്യങ്ങളാണെങ്കിൽ പേഴ്സണൽ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് പറഞ്ഞു തരും. ഓക്കെ, ഇനി ഓഫീസ് നമ്പർ വേണമെങ്കിൽ അവർ തന്നെ പറയും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഹസീന ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും കൂടി ഞാൻ പറയുന്നേ, ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം ക്ലാസ് കഴിയുമ്പോൾ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. See you on the next class. താങ്ക് യു മാം. Okay. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.